കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. കർത്താവ് നിന്നെ സ്പർശിക്കുന്ന സമയമാണ്. നിമിഷം രോഗമുള്ളിടത്തേക്ക് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും നിന്റെ കൈകളെ രോഗാവസ്ഥയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്ന രോഗാതുരമായ സ്ഥലങ്ങളിൽ കഴുത്തിലായാലും ഹൃദയത്തിലായാലും കരളിലായാലും ഉദരത്തിലായാലും എവിടെയാണ് എൻ്റെ ദൈവവേദന നിനക്ക് വേദനയുള്ളത് അവിടെ കർത്താവ് നിന്നെ സ്പർശിക്കുന്ന സമയമാണ്. അമ്മമാതാവ് കാനായിൽ എന്നതുപോലെ അവർക്ക് വീഞ്ഞില്ല, അവർക്ക് സൗഖ്യമില്ല, അവർക്ക് രോഗമാണെന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ആൾത്താരയിലാണ് നീ, ആൾത്താരുടെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. ദൈവമാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണുന്നവർ അത് നോർമലാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നെ സഹായിക്കും. നിന്നെ സന്ധിക്ക് ഈ സമയം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ബ്ലഡ് എടുത്തപ്പോൾ എന്തെങ്കിലും നോർമലല്ലാതെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് കണ്ടതിൻ്റെ ഇപ്പോഴും കർത്താവ് സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. മുടി കൊഴിയുന്നവർ, ചുണ്ടയിൽ ശരീരത്തിലും പാണ്ട് വരുന്നവർ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അലർജി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൈകാലുകൾ നീതി കെട്ടുന്നവർ, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇയർ ബാലൻസ് പോകുന്നവർ, അവിടെ ഇവിടെയും കഷത്തും മുഴയും കുരുവൊക്കെ സിസ്റ്റൊക്കെ രൂപപ്പെട്ട് വരുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അറിയാതെ ബ്ലഡ് പോകുന്നവരും ദിവസങ്ങളോളം ബ്ലീഡിങ് നിൽക്കുന്നവരും അത് പൂർണ്ണമായ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. വല്ലാത്ത ശരീരവേദന, എപ്പോഴും ഉദരത്തിൽ കുത്തി വേദനയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, മൂക്ക്, ഇതെല്ലാം പലതരത്തിൽ കാഴ്ചക്കുറവുള്ളവർ, കേൾവിക്കുറവുള്ളവർ, മൂക്കിൽ ദശ വളരുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് നിന്നെ സ്പർശിക്കുന്ന സമയമാണിത്. അടിപ്പിണർ പോലെ വൈദ്യാഖാലം ഒരു ദൈവികമായ ശക്തി പരിശുദ്ധമായി പ്രത്യക്ഷപ്പെട്ട ദൈവികമായ നിമിഷങ്ങളിൽ സന്നിധാനത്തിൽ നിന്നുകൊണ്ട് അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും വിശ്വാസത്തോടെ ഒരുമിച്ച് എല്ലാവരും ആരാധ്യനെ പരിശുദ്ധനെ പരമോന്നത പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കൈവർത്തിക്കൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ യേശുവേ അണയുന്നു ഞാൻ തിരുമുൻപിലാ അനുകൂലേ നോക്കണമേ ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ യേശുവേ അണയുന്നു തിരുമുൻപിലാ അനുകൂലേ അതിനകത്ത് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക എന്താ, നമ്മുടെ ആ കസേര മറിച്ചിട്ട് അങ്ങോട്ട് കാലം കയറ്റി ഇരുന്നാൽ പോരെ, ഇത് വല്ല കുഴപ്പമുണ്ടാ? ഇങ്ങനെ ഈ ഒരു പ്രാർത്ഥന ഒരിക്കലും വിജയിക്കത്തില്ല. ഞാനാണ് ദൈവമെങ്കിൽ ആ കസേര വലിച്ച് നിങ്ങളുടെ തലക്കെട്ടടിക്കും. എന്താ കാര്യം? നന്ദികേടല്ലേ ശരിക്കും പറഞ്ഞാൽ. ദൈവം ആരാണെന്ന് പോലും അറിയാൻ പാലാതെ തന്നെ കസേരക്ക് എഴുന്നിട്ട് മറ്റേ കാലെടുത്ത് ടീപ്പോ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണത്. അതാർക്കാ പറ്റാത്തത്? നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് തോന്നണ്ടേ, ഇത് പ്രാർത്ഥിക്കണം തോന്നണ്ടേ? അത് ഭയങ്കര സീരിയസ് ആയ വിഷയം. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മിണ്ടായിരുന്നാൽ മതി. ഈ ആട് പ്രസവിക്കാൻ കിടക്കണവരെ കിടക്കരുത്. നിങ്ങൾക്ക് ആവതില്ല എന്നൊക്കെ ശരിയാണ്. ആവതില്ലാത്ത ആവതിന് ദൈവത്തിന്, എൻ്റെ മക്കൾ, ഇതിൻ്റെ റിസ്ക് എന്ന് പറയണത് ദൈവത്തിന് ഒന്ന് ബോധ്യപ്പെടുത്തി എടുക്കണം. അതാണ് ഒരു പ്രശ്നം. ദൈവത്തിന് ഒന്ന് ബോധ്യപ്പെടും. നിങ്ങൾ അതായത് ഒരു പ്രാർത്ഥന വിജയിക്കണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ റിസ്ക് ദൈവത്തെ ബോധ്യപ്പെടുത്തി എടുക്കുന്നതാണ്. ദൈവത്തെ ബോധ്യപ്പെടുത്താൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കും. എന്ന് വെച്ചാൽ കർത്താവ് പറയും, നിങ്ങൾ വെള്ളമടിച്ച കുഴിമാടങ്ങളാണ്. സിമ്പിളായിട്ട് പറഞ്ഞാണേ. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കണ ഒരു ബിരുദമാണ് വെള്ളമടിച്ച കുഴിമാടങ്ങളാണെന്ന്. അതിലെന്ത് പറയും? നിങ്ങളുടെ പുറമേ നല്ല വിശുദ്ധിയായിട്ടൊക്കെ ഭംഗിയായിട്ടിരിക്കും, അകമോ എന്ന് പറയും. അകം, അതാണ് കുഴപ്പം. ഈ സ്കാനിങ് കണ്ടുപിടിച്ച കർത്താവാണേ. ഈ ആൾ വരുമ്പോൾ തന്നെ സ്കാൻ ചെയ്യും, അതാണ് കുഴപ്പം. ഇതുകൊണ്ട് ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കാൻ വലിയ പാടാണ്. സ്കാനിങ് യന്ത്രം പണ്ട് വരെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അകമോ അതിൻ്റെ എക്സ്റേ കോപ്പി എടുത്ത് പറയും കവർച്ച, ദുഷ്ടത, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 23:27 തിരുവചനങ്ങൾ. കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരീസേരെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യരാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. അതിന് അകമോ എന്നുള്ള വാക്കെടുത്ത്. അകമോ ലുക്ക 11:39 ഏറ്റു പറഞ്ഞ, അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ഫരീസ്യരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ അകം ഒരു പ്രശ്നമാണ്. കർത്താവ് ഇയാളെ നമുക്ക് ദൈവത്തെ വിശ്വസിപ്പിക്കാനുള്ള കുഴപ്പം,
ഈ ദൈവം ഇങ്ങനെ നമുക്കൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, ഇന്നലെ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഇവിടെ വന്നായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഇതിൻ്റെ 3D എടുക്കാൻ നമുക്ക്, ഇത് പിന്നെ 360 ഡിഗ്രി ഇത് റൊട്ടേറ്റ് ചെയ്യണ രീതി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് ഈ വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരേ സമയത്ത് ഒരു ഫോട്ടോ നോക്കുമ്പോൾ മൊബൈൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നതനുസരിച്ച് കൊണ്ട് ഈ ഒരു ഫോട്ടോയിൽ തന്നെ കൃപാസനത്തിൻ്റെ മുഴുവൻ വർക്കുകൾ കയറി വരും. ഒരു ഫോട്ടോ നോക്കിയാൽ മതി, നല്ലൊരു ടെക്നീഷ്യനാണ് ഉള്ളിലേക്ക്. അപ്പം അതുപോലെ തന്നെയാണ് ഇതുപോലെ ഈ ഈശോൻ്റെ അടുത്ത് വരുമ്പോഴുള്ള കുഴപ്പം, ഈ പുറം മാത്രമല്ല അകം കുറേ കാണും, അകം കാണിക്കും. അതാണ് ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയണത്. ദൈവതിരുസന്നിധിയിൽ ഇന്ന് വളരെ കുഴപ്പം ഈ ആഗമം. ഇപ്പം കണ്ടില്ലേ 11:30 എന്താ ലൂക്കാ 11:39 ആഗമോ. അതിനകത്ത് നേരത്തെ നമ്മൾ വായിച്ചത് എന്തായിരുന്നു? മത്തായിയുടെ സുവിശേഷം 23:20 അപ്പം ഈശോന് ഉള്ളിലെന്ന് പറഞ്ഞ്, ഇവിടെ ലൂക്ക അകമെന്ന് പറഞ്ഞത്. അപ്പം അകവും ഉള്ളിലും ദൈവം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഉടമ്പടി നമ്മളെപ്പോഴും നിങ്ങൾ കുമ്പസാരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം. കുമ്പസാരത്തിന് ചെയ്ത പാപങ്ങൾ മാത്രമേ നമുക്ക് കുമ്പസാരത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. ചെയ്ത പാപങ്ങൾക്ക് അനുതാപം ഉണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടാവും. പക്ഷെ പാപം ചെയ്യാനുള്ള പ്രവണത എന്ന് പറയണത് നമ്മളുടെ നിലപാടാണത്. ഇപ്പം ഇപ്പോൾ റോസ് ബെന്നിയുടെ കാര്യം, റോസ് ബെന്നിക്ക് 9 ഏക്കറുണ്ട്. അപ്പോൾ മറ്റുള്ളവരെല്ലാവരും നമ്മുടെ അകം ശരിയല്ലെങ്കിൽ, റോസ് ബെന്നി ഈ സാക്ഷ്യം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈശോയോട് പറഞ്ഞത്, ഈശോ എൻ്റെ പാടശേഖരത്തിൻ്റെ പ്രശ്നമല്ല, ഞങ്ങൾക്കിത് തന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അവരുടെ ഹോസ്റ്റൽ ഫീസൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, കോളേജ് ഫീസ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നെപ്പോലെ കുട്ടനാട്ടിലുള്ള എല്ലാ പാടശേഖരങ്ങളും ഞാൻ സമർപ്പിക്കുകയാണ്. അവരും എന്നേക്കാൾ കടക്കാരായിരിക്കും മിക്കവാറും. അതാണ് പ്രശ്നം. അതാണ് ഈ അകമോ എന്ന് പറഞ്ഞത്. അകമോ എന്ന് പറഞ്ഞത് വെച്ചാൽ അകം ഒരു പ്രശ്നമാണ്. ഇപ്പോൾ റോസ് ബെന്നിയെ സംബന്ധിച്ചത് ഈ പ്രാർത്ഥന ദൈവത്തിൽ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? അകം ഓക്കെയാണ്. ചില ആളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാത്രം കൊയ്താൽ മതി, ബാക്കിയെല്ലാം നശിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതാണ് അകമോ. കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അല്ലേ? കവർച്ച ചെയ്തിട്ട് നമ്മൾ മാത്രം രക്ഷപ്പെടണം, ബാക്കിയുള്ളവരെല്ലാം ഗതി പിടിക്കാതെ പോരണം. ഇവർ പറയണ കാര്യം അത് നമ്മുടെ ജാതിക്കാരല്ലെന്ന് പറയണം. ഇപ്പം ഇങ്ങനെ സംഭവമല്ലേ? അതാണ് വിഷയം വേണ്ടത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ജാതിയും സ്പർദ്ധയും എല്ലാം കയറി വരുമ്പോൾ അകം മോശമാവും. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഈശോ ഈ അകമോ എന്ന് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യണത് മനുഷ്യരിൽ അവൻ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. അകം മോശമാണെങ്കിൽ പിന്നെ നമ്മളെ ദൈവം വിശ്വസിക്കത്തില്ല. അകം മോശമാണെങ്കിൽ ദൈവം നമ്മളെ വിശ്വസിക്കത്തില്ല. അതാണ് 2:24 യോഹന്നാന്റെ സുവിശേഷം. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ കുറിച്ച് ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അപ്പൊ ഒന്നിട്ട് പറഞ്ഞു നോക്കണം. മനുഷ്യരെ കുറിച്ച് ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. കാരണം മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അപ്പൊ ശുപാർശ നടക്കത്തില്ലെന്നായി പറയണത്. അതല്ലേ പറയണത്. മനുഷ്യരെക്കുറിച്ച് ആരുടെയും സാക്ഷി അവന് ആവശ്യമില്ല. എന്താ കാര്യം? ഇപ്പം നമ്മളിവനെ ശുപാർശ ചെയ്താലും ഇവൻ കയ്യിരിപ്പ് മോശമാണെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല.
അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതായത് മനുഷ്യരെക്കുറിച്ച് ആരുടെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. കാര്യം എന്താണ്? മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു. മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ഉള്ള് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. ഉള്ള് നിങ്ങളത് എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഉള്ള് കറക്റ്റ് ചെയ്യണം. എന്തെങ്കിലും മാർഗമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ദൈവം നേരിട്ടിറങ്ങി വന്നാൽ പോലും അവരുടെ പാപത്തിൽ നിന്ന് മാറത്തില്ല. അപ്പം അവരെക്കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും മാർഗം രക്ഷപ്പെടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ള് കറക്റ്റ് ചെയ്യണം. കാര്യം ഉള്ള് കറക്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ദൈവത്തിന് 1-ാം സ്ഥാനം വേണം. അവിടെ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ആ ഉള്ള വായി നോക്കികളെല്ലാം കയറി ആ 1-ാം സ്ഥാനത്ത് കയറിയിരിക്കും. നിങ്ങളെ അറിയത്ത് പോലും ഇല്ല. അവിടെ നിങ്ങൾ പള്ളിയിൽ പോകാൻ പോലും ഒരു സമ്മതിക്കത്തിലില്ല. ഞാൻ എന്ത് പോണില്ല, നീ പോകണ്ടെന്ന്. ഇവർ പള്ളിയിൽ പോണത് എന്തിനാണ്? അവിടെ ലൈനടിക്കാൻ പോണതാണ് പള്ളിയുടെ അടുത്ത്. ഒരുത്തൻ ഞാൻ ഒരു വാടക്കൽ നിന്നും പറഞ്ഞൊരു ഇടവകയിരിക്കുന്നു. അപ്പോൾ ഒരുത്തൻ ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചു. അപ്പം ഞാൻ ഇടവക വികാരിയായ കാരണം രാത്രി പോകും, മരിപ്പ് വീട്ടിൽ അടക്കത്തിൻ്റെ സമയത്തും പോകും. പിന്നെ അടക്കി കഴിഞ്ഞ് 2 ദിവസം പോകും. കാര്യം അടക്കി കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ടത്. കാര്യം ആ സമയത്താണ് ഈ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും പോയിട്ട് ഇവർ ഒറ്റയ്ക്ക് മരിപ്പ് വീട്ടുകാരും ഒറ്റയ്ക്കിരുന്ന് തേങ്ങണ കാണാം. അപ്പോൾ നമ്മൾ പള്ളിക്കാർ പോയി അവിടെ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കൊടുക്കണം അവർക്ക്. അത് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. മരിപ്പിൻ്റെ ഇടയ്ക്ക് പോയില്ലെങ്കിൽ മരിപ്പ് കഴിഞ്ഞ് നിങ്ങൾ ബന്ധുക്കളുടെ വീട്ടിൽ പോകണം. അത് നിങ്ങളെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ പിരിഞ്ഞു പോകാൻ വേണ്ടിയല്ല ചെല്ലണത് തന്നെ. ചെല്ലണത് തന്നെ മരിപ്പ് വീട്ടിൽ പോയിട്ടും വാച്ചിട്ട് നോക്കുന്ന ആൾക്കാരല്ലേ ഉള്ളൂ നമ്മുടെ ബന്ധുക്കളെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ. എപ്പോൾ അടക്കാൻ പറ്റും? അച്ഛമ്മനില്ല എന്ന് പറഞ്ഞ് നിൽക്കണ കാണാം ആൾക്കാർ. ഇതിങ്ങനെ കണ്ടല്ലേ ഈ മരിപ്പ് 3 മണിക്ക് അടക്കമെന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാരെല്ലാം ഇതിങ്ങനെ കാണിക്കണ കാണാം. നമ്മളവർക്കും വല്ല പാർക്കിൻസൺസും ആണെന്ന്. പാർക്കിൻസൺസ് അല്ല, സമയത്തിട്ട് നോക്കണതാണ് വാച്ച്. അച്ഛൻ വന്നില്ലെന്ന്. ഇത്രയുള്ള ബന്ധുക്കളൊക്കെ മര്യാദക്ക് ദൈവമായിട്ടൊരു പിടിപാടുണ്ടാക്കി എടുക്കുക കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞ 1-ാം സ്ഥാനത്ത് കരുവിക്കുന്ന ആൾ ഒന്നും ഉതകത്തില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. അങ്ങനെ ഞാനിവിടെ വന്ന് 2018 ജനുവരി 17-ാം തീയതി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത 6-ാം ദിവസം എനിക്ക് റിസൾട്ട് പോസിറ്റീവാണെന്ന് കണ്ടു. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. മാതാവിൻ്റെ ജപമാല മാസമായ ഒക്ടോബർ 3-ാം തീയതി എനിക്കൊരു പെൺകുഞ്ഞിനെ തന്ന് കൃപാസനം മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ തൈറോയിഡിൻ്റെ അസുഖം എനിക്കുണ്ടായിരുന്നു. അത് ഇവിടെ അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ എൻ്റെ തൊണ്ടയിൽ കൈതൊട്ടിട്ട് പറഞ്ഞ്, നിനക്ക് തൈറോയിഡൊന്നുമില്ല, സമാധാനത്തോടെ പോകാൻ പറഞ്ഞു. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ക്ഷീണം ഉണ്ടായിട്ടില്ല. പിന്നെ നിയോഗം വെച്ചതിൽ എൻ്റെ വീട് പണി നടന്നു, സ്ഥലം വിൽക്കാൻ സാധിച്ചു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു. ഒപ്പം എൻ്റെ ആങ്ങളയുടെ കല്യാണത്തിൻ്റെ നിയോഗം വെച്ചിട്ടുണ്ട്. അത് അമ്മ എനിക്ക് നടത്തി തരുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട്. എൻ്റെ പേര് ജോമിൻ കെ ജോൺസൺ. ഞാൻ ഇടുക്കി രൂപതയിൽ കനകുന്ന് ഇടവകയിലെ അംഗമാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ഞാൻ IELTS പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞതാണ്, യൂട്യൂബിലൂടെ കാണാൻ പറഞ്ഞു. ഞാനൊരു PG ഒക്കെ കഴിഞ്ഞ ആളാണ്. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് യുക്തിപരമായ ചിന്തിച്ചിട്ടൊന്നും മനസ്സിലായില്ല. രോഗങ്ങൾ മാറും, ഇത് മാറും, എല്ലാം മാറും. എന്നിട്ട് തന്നെ അമ്മ പറഞ്ഞിട്ട് തന്നെ ഞാൻ 2 പ്രാവശ്യം ഇവിടെ വന്ന് നോക്കി. എനിക്ക് എന്നിട്ടും വിശ്വാസമൊന്നും വന്നില്ല. അത് കഴിഞ്ഞ് 3-ാമത്തെ പ്രാവശ്യം ഞാൻ എക്സാം എഴുതിയപ്പോൾ അമ്മ പറഞ്ഞു, നീ അങ്ങനെയാണെങ്കിൽ നിനക്ക് മടിയാണെങ്കിൽ നീ എടുക്കണ്ട, ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ ചെയ്യാൻ പറഞ്ഞു.
അത് ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ ചെയ്തു. അപ്പം അന്ന് തന്നെ അതിൻ്റെ ഇത് കൂട്ട് രൂപം ഉണ്ടായിരുന്നു, അന്ന് കയ്യിലുണ്ടായിരുന്നു, ലോക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊക്കെ പ്രാർത്ഥിച്ചപ്പം എനിക്കെന്തോ ഈ ലിസണിങ് മൊഡ്യൂളൊക്കെ ഞാനാണെങ്കിൽ അവസാനത്തെ 30-ാമത്തെയും 40-ാമത്തെയും ചോദ്യം ആകുമ്പോഴും എനിക്ക് ആദ്യത്തേൻ്റെ ഒക്കെ ആൻസർ തന്നെ ഇങ്ങനെ കേൾക്കുന്ന പോലെ തോന്നി. അപ്പം പിന്നെയും വിശ്വാസമായി. അങ്ങനെ ആ പ്രാവശ്യം ഒരു മൊഡ്യൂൾ മാത്രമായിരുന്നു പോയുള്ളൂ. അത് കഴിഞ്ഞ് രണ്ടാമതപ്പോൾ ഉറപ്പിച്ചു ഇനി ഉടമ്പടി എടുക്കണം, നമുക്കിത് വന്നല്ലോ. അപ്പം അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാവിലെ പ്രദക്ഷിണ പ്രാർത്ഥന 5:30 ചെല്ലാൻ തുടങ്ങി. അതൊക്കെ വലിയ കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് പള്ളിയിലൊക്കെ കുർബാനയ്ക്കൊക്കെ എന്നും പോയി. ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവിടെ അങ്ങനെ കാര്യമായിട്ട് ഇതിനൊന്നും പോകത്തില്ലായിരുന്നു. പക്ഷേ മുടക്കാതെ കുർബാനയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് അത് കഴിഞ്ഞ് IELTS എക്സാം എഴുതിയപ്പം കിട്ടി 6.5 ഓവറോൾ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ന്യൂസിലൻഡിലേക്കായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ന്യൂസിലാൻഡ് 5-6 മാസമൊക്കെ ഡിലേ ആയിരുന്നു. വിസ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ആണെങ്കിൽ കൊടുത്തു കഴിഞ്ഞ് ഞാനത് കഴിഞ്ഞ് ഒക്ടോബർ 11-നാണ് ഇതെൻ്റെ വിസ ഫയൽ ചെയ്തത്. വിസ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ നവംബർ 27-ാം തീയതി എനിക്ക് വിസ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വിസ കിട്ടി. സാധാരണ അങ്ങനെ ആർക്കും അത്ര വേഗമൊന്നും കിട്ടുന്നതല്ല. എനിക്ക് 43 ദിവസം കൊണ്ട് എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ഫെബ്രുവരി 18-ാം തീയതി പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ ബാങ്ക് ലോണ് എല്ലാവരും 5-6 മാസമൊക്കെ നടന്നിട്ടാണ് കിട്ടുന്നത്. എനിക്കത് 2 മാസം കൊണ്ട് ശരിയായി. എവിടെ പോയാലും അമ്മ പറഞ്ഞ പോലെ ഞാൻ ലോക്കറ്റ് കൊണ്ട് നടക്കുമായിരുന്നു. ആ ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാം പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്, എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ആദ്യം ഞങ്ങളൊരു വീട് പണിതപ്പോൾ അത് 1.5-2.5 വർഷമൊക്കെ എടുത്താണ് പണിത്. അതിനേക്കാളും നല്ല ഞങ്ങൾ 2-3 മാസം കൊണ്ട് ഉടമ്പടി വെച്ച് കഴിഞ്ഞിട്ട് വീട് പണി പ്രവൃത്തിയായി. അതുപോലെ വീട്ടിൽ എപ്പോഴും രോഗങ്ങളായിരുന്നു. 1-2-3 വർഷമായിട്ട് എല്ലാവർക്കും മാറി മാറി. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് രോഗങ്ങൾക്കൊക്കെ കുറവുണ്ട്. അപ്പനാണെങ്കിൽ അലർജി ഉണ്ടായിരുന്നു, അത് മാറി. അതുപോലെ തന്നെ അപ്പനും ഞാനുമാണ് ഇപ്പോൾ രാവിലെ ഒന്നും കുർബാനയ്ക്ക് പോകുന്നത്. അമ്മ പുറത്താണ്. അമ്മയുടെ പ്രാർത്ഥന വളരെ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചതാണ്. കാരണം അമ്മ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, യൂട്യൂബിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അമ്മയ്ക്ക് മാതാവിൻ്റെ സാന്നിധ്യം മനസ്സിലായതാണ്. അമ്മ കണ്ടതാണ് മാതാവിനെ. പപ്പായുടെ ഒരു അലർജി രോഗത്തിന്റെ കാര്യം പറയാം. എത്ര വർഷമായിട്ടുണ്ടായിരുന്നതായിരുന്നു അത്? ഞാൻ 10-15 വർഷമായിട്ടുള്ള അലർജി ആയിരുന്നു. പുറത്തിറങ്ങാൻ പറ്റില്ല, മണ്ണ് എന്താണെങ്കിലും അലർജി ആയിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും ബൈബിള് വായിക്കാനൊക്കെ തുടങ്ങി. ഞാൻ എല്ലാ യുവജനങ്ങളോടും പറയും, എന്ത് വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടെങ്കിലും അച്ഛൻ പറയുമല്ലോ, ഡോണ്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ്. അതിൻ്റെയൊക്കെ അർത്ഥം എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. നമുക്കെന്ത് മെറിറ്റ് ഉണ്ടായെങ്കിലും നമുക്കൊരു കാര്യവുമില്ല ഗ്രേസായിട്ട്. കാരണം ഞാനിത് കഴിഞ്ഞ് PG കഴിഞ്ഞ് PSC പഠിച്ചു, SSC പഠിച്ചു. അതൊക്കെ വെറുതെ പോയി. 1 മാസം 2 മാസം ഇത് ചെയ്തു. പക്ഷേ ദൈവത്തിൻ്റെയും മാതാവിൻ്റെയും ആഗ്രഹം എന്നാന്ന് അറിഞ്ഞ് എന്നിട്ട് പോയപ്പം എനിക്ക് ഒന്നിനും ഒരു ഇടയ്ക്കൊന്നും നിർത്തേണ്ട വന്നില്ല. എനിക്ക് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഞാനാണ് എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയുമായിരുന്നു, ഞാൻ അവിടെ കൊടുക്കുമായിരുന്നു. അപ്പോഴും ആദ്യമൊക്കെ എന്നെ എല്ലാവരും കളിയാക്കുകയോ ഇതൊക്കെ ചെയ്തു. അത് തന്നെയാണ് ഞങ്ങളുടെ യൂത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ആരെങ്കിലും ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ അവസാനം അവരെല്ലാം പോവുകയും ചെയ്തു. അതുപോലെ എൻ്റെ അങ്കിള് വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ നിരവധി പേർക്കും കൊടുത്തു. നിരവധി ആൻറ്റിമാരും അങ്കിളുമാരും എന്നോടൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ അമ്മയ്ക്ക് ഇപ്പം അമ്മ പുറത്താണ് ജോലി ചെയ്യുന്നത്. അമ്മയുടെ സാലറിയുടെ ഇച്ചിരി പ്രശ്നമുണ്ട്. അതൊന്ന് മാറ്റിത്തരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വിശുദ്ധ കുർബാനയിൽ ദിവസവും പങ്കെടുക്കുമായിരുന്നോ? ഇല്ലില്ല, ഞാൻ ഹോസ്റ്റലിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അറിയാലോ, ഞായറാഴ്ചകളിലും അങ്ങനെയൊക്കെ ഇതാണ്. എന്നാലും കുർബാനയിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. പക്ഷേ ഒരു വർഷം മുടങ്ങാതെ 2, 3, 4, 5 ദിവസത്തിന് അല്ലാതെ എല്ലാ ദിവസവും തന്നെ കുർബാനയിൽ പങ്കെടുത്തു. അത് തന്നെ വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. അതുപോലെ ബൈബിള് വായിക്കാനൊക്കെ മടിയായിരുന്നു. എൻ്റെ പേര് സാലി ജോസ്. പാലാരൂപതയിലെ കുടക്കച്ചിറ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനും 2019 ഫെബ്രുവരി 27-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞതിൽ പിന്നെ എൻ്റെ വീട്ടിൽ വലിയ മാറ്റങ്ങളുണ്ടായി. മകൻ പ്രാർത്ഥനയ്ക്ക് കൂടില്ലായിരുന്നു.
വീട്ടിൽ ജപമാല ഒരു ദിവസം പോലും ചെല്ലാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പ്രാർത്ഥനയ്ക്ക് കൂടാനാവും, വരണമേ വരണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെങ്കിലും പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ വീട്ടിൽ വരുമുണ്ടായിരുന്നുള്ളൂ. ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടും കുറേ നാളത്തേക്കും അവൻ വരില്ല. അപ്പം ഞാൻ പ്രാർത്ഥിക്കും, മാതാവ് എപ്പോഴെങ്കിലും അവൻ ഉടനെ ഒന്ന് കയറി വന്നാൽ മതി, തീരുന്നതിന് മുമ്പായി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം പോലും മുടങ്ങാതെ അത് കഴിഞ്ഞതിൽ പിന്നെ 1 മാസത്തോളം വരാതിരുന്നു. അത് കഴിഞ്ഞ പിന്നെ ഒരു ദിവസം പോലും ഇന്ന് വരും 7 മണിക്ക് മുമ്പായി അവൻ വീട്ടിൽ വരും, പ്രാർത്ഥനയ്ക്ക് ചെല്ലാൻ കൂടും, കൊന്ത ചെല്ലും. ഒരു ദിവസം പോലും ആദ്യം പിന്നെ ഇന്നലെ രാത്രി വരെ എൻ്റെ വീട്ടിൽ ജപമാല മുടങ്ങിയിട്ടില്ല, മുടങ്ങാൻ അനുവദിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഒരുപാട് രോഗങ്ങളുള്ളവളായിരുന്നു. ഞാൻ ഒരുപാട് മരുന്ന് കഴിക്കുമായിരുന്നു. ചില മരുന്നുകൾ കഴിക്കത്തില്ല, അൾസറിൻ്റെ അസിഡിറ്റി ഉള്ളതുകൊണ്ട് മരുന്ന് കഴിക്കത്തില്ലായിരുന്നു. അപ്പം ഒടുവിൽ ഇവിടുന്ന് എണ്ണയും തേനും ഉപ്പും മാത്രമാണ് ഇപ്പോൾ എൻ്റെ സകല രോഗങ്ങൾക്കും എനിക്ക് മരുന്ന്. ഇപ്പോൾ വേറെ ഒരു മരുന്നും ഞാൻ ഇപ്പോൾ കഴിക്കുന്നില്ല.